എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ രംഗം ആകമാനം സമൂലമായ മാറ്റത്തിന് വിധേയമായിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ വിദ്യാഭ്യാസ സംവിധാനം മാറി മറിയുകയാണ്. അതിനനുസരിച്ച് അസസ്മെൻറ്റ്, റിപ്പോർട്ട് കാർഡ് ഒക്കെ മാറുകയാണ്. ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും പ്രധാന അധ്യാപകർക്ക് വേണ്ടിയിട്ടും NEP-യുടെ ഭാഗമായിട്ട് പുറത്തിറക്കിയ ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡ്, അതിൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, അതെന്താണ് ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡ്, ഇത്തരം കാര്യങ്ങൾ 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ അത് വേണ്ട വിധത്തിൽ എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന് കരുതട്ടെ. എല്ലാവർക്കും ഈ HPCയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നാമത്തെ സെക്ഷനകത്ത് എന്താണ് ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് പുതിയ റിപ്പോർട്ട് കാർഡ് എത്തിയിരിക്കുന്നു. അതിൻ്റെ പേരാണ് ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡ്, അല്ലെ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നിപുൺ ഭാരത്. നിപുൺ എന്ന് പറഞ്ഞാൽ ശേഷി, നൈപുണ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം നിപുൺ ഭാരത് എന്നുള്ളൊരു പ്രോജക്റ്റാണ് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നിപുൺ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. അതായത് ഫൗണ്ടേഷൻ ലിറ്ററസി ആൻഡ് ന്യൂമറസി. അത് 3ാം ക്ലാസ്സിലൊരു കുട്ടി എത്തുമ്പോഴേക്ക് ഫൗണ്ടേഷൻ ലിറ്ററസി, അതായത് എഴുതാൻ വായിക്കാൻ പ്രധാനമായിട്ടും മാതൃഭാഷ, അതുപോലെ L1 മാതൃഭാഷ, L2 പരമാവധി 2 ഭാഷകളിലുള്ള ലിറ്ററസി, ഫൗണ്ടേഷൻ ലിറ്ററസി, അതുപോലെ ന്യൂമറസി, ഇത്തരം കാര്യങ്ങളിൽ 3ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് കുട്ടി പ്രാപ്തമായിരിക്കണം, നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2026-27 ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾഫിൽ ചെയ്യണമെന്നാണ് ഇത് എയിം ചെയ്തിരിക്കുന്നത്. 2021 ജൂലൈയിലാണ് നമ്മുടെ മിനിസ്ട്രി ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ നിപുൺ ഭാരതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഫോക്കസ് ഫൗണ്ടേഷൻ സ്റ്റേജിൽ. അപ്പോൾ ഇന്നിവിടെ നമ്മൾ അസസ്മെൻറ്റ് പറയുന്നത്, അല്ലെ ഹോളിസ്റ്റിക് റിപ്പോർട്ട് കാർഡ് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത വർഷം അതാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം ഡീൽ ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ന്യൂ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ സ്ട്രക്ചർ നമുക്ക് നേരത്തെ അറിയാം. നേരത്തെ 10+2 പാറ്റേൺ ആയിരുന്നു. അതായത് 1ാം ക്ലാസ്സിന് മുമ്പുള്ള എഡ്യൂക്കേഷനെക്കുറിച്ച് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഒരു സെക്ഷൻ, അത് 10ഉം പിന്നെ 2 വർഷം 10+2 പാറ്റേൺ ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ കുട്ടികളുടെ പഠനത്തിൻ്റെ രീതികളെയും അവരുടെ വയസ്സിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇപ്പോൾ അത് 4 സ്റ്റേജാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 5+3+3+4 ആക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ 3 വർഷം 1ാം ക്ലാസ്സിന് മുമ്പുള്ള അംഗൻവാടി, പ്രീ സ്കൂള്, ബാലവാടിക എന്നുള്ള രീതിയിലാണ് 3 ക്ലാസ്സുകൾ വരുന്നത്. നമ്മുടെ സംവിധാനത്തിൽ അരുണ്, ഉദയ, അതുപോലെ പ്രഭാത്. അത് കഴിഞ്ഞ് 2 വർഷങ്ങളും കൂടെ ചേരുമ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നുള്ള സ്റ്റേജാണ്. അവിടെ ഫൗണ്ടേഷൻ സ്റ്റേജിനകത്ത് മൾട്ടി ലെവൽ പ്ലേ ബേസ്ഡ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ് നടക്കേണ്ടത് ഫൗണ്ടേഷൻ ലെവലിൽ. അത് കഴിഞ്ഞുള്ള 3 വർഷം, അതായത് ക്ലാസ് 3 മുതൽ ക്ലാസ് 5 വരെ, ആ ക്ലാസ് നമ്മൾ അറിയപ്പെടുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ പ്ലേ ബേസ്ഡ്, ഡിസ്കവറി ബേസ്ഡ്, ആക്ടിവിറ്റി ബേസ്ഡ്, ഇൻട്രാക്റ്റീവ് ക്ലാസ് റൂം ലേണിംഗ് വേണം നടക്കാനായിട്ട്. പിന്നെ വരുന്ന 3 വർഷം 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ, അത് മിഡിൽ സ്റ്റേജ് എന്നറിയപ്പെടും. അവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, പ്രത്യേകിച്ച് സയൻസ്, മാത്സ് വിഷയങ്ങളിൽ, ആർട്സ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസിൽ കൂടുതൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ നടക്കേണ്ടത്. പിന്നീട് വരുന്ന 4 വർഷം 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരു സ്റ്റേജ് സെക്കൻഡറി എന്നറിയപ്പെടും. അവിടെ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി, കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ചൂസ് ചെയ്യാനുള്ള അവസരം,
ഹയർ ഓർഡർ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്റ്റുഡൻറ്റ് ചോയ്സ് ഓഫ് സബ്ജക്ട്സ്. മുമ്പ് അതാണ് പറഞ്ഞത്, ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം. അവിടെ മുതലാണ് ശരിക്കും ഫുള്ളി ഫോർമലായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് പുതിയ അക്കാഡമിക് സ്ട്രക്ചർ അല്ലെങ്കിൽ പെഡഗോജിക്കൽ ആൻഡ് കരിക്കുലർ സ്ട്രക്ചർ. ഓർത്ത് വയ്ക്കുക, ഇപ്പോഴത്തെ സ്ട്രക്ചർ 5+3+3+4. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി എന്താണ് NCFും HPCയും? അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ 6.4.3 ക്ലോസിലാണ് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിനെ കുറിച്ചിട്ട് പറയുന്നത്. അത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ റിപ്പോർട്ട് that reflects in great detail the progress as well as the uniqueness of each learner in the cognitive, affective and psychomotor domains. നമുക്കറിയാം, ഒരു കുട്ടിക്ക് ലേണിംഗ് നടക്കുന്നത് 3 ഡൊമൈനുകളിലാണ്: കോഗ്നിറ്റീവ് ഡൊമൈന്, അഫക്റ്റീവ് ഡൊമൈന്, സൈക്കോമോട്ടോർ ഡൊമൈൻസ്. അപ്പോൾ ഈ 3 ഡൊമൈനുകളിലും കുട്ടികളുടെ കഴിവുകൾ, അതുപോലെ അവർക്ക് മാത്രമുള്ള കഴിവ്, യുണീക്ക്നെസ് ഓഫ് ഈച്ച് ലേണർ, ആ കഴിവുകളെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, ക്ലോസ് ഒബ്സർവേഷനിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഡാണ് HPC. അതായത് 360 ഡിഗ്രി അസസ്മെൻ്റ് എന്ന് പറയും. അതായത് ഒരു കുട്ടിയെ പൂർണ്ണമായും സ്റ്റഡി ചെയ്ത് അവൻ്റെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ ഡൊമൈൻസിലെ അവൻ്റെ ഗ്രേറ്റ്നെസ്, അവൻ്റെ പ്രോഗ്രസ് അത് റിപ്പോർട്ട് ചെയ്യുന്ന കാർഡാണ് HPC എന്ന് പറയുന്നത്. ഇനി ഈ HPCയിൽ അസസ്മെൻറ്റ്സ് മാത്രമല്ല നടക്കുന്നത്. ടീച്ചർ അവരുടെ കമൻസ് രേഖപ്പെടുത്തണം, അവരുടെ ഒബ്സർവേഷൻസ് രേഖപ്പെടുത്തണം, പേരൻസിൻ്റെ കമൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്വന്തമായിട്ട് കുട്ടികളുടെ അസസ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പിയർ ഗ്രൂപ്പിൻ്റെ അസസ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്തരത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഒരു 360 ഡിഗ്രിയിൽ ഒരു കുട്ടിയെ അസസ് ചെയ്യുന്ന റിപ്പോർട്ട് കാർഡാണ് HPC, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത്. ഇനി അസസ്മെൻറ്റ് ആൻഡ് HPC വ്യത്യാസം എന്താണ്? അതായത് നേരത്തെയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആയിരുന്നു. അതിനായിരുന്നു ഇമ്പോർട്ടൻസ്. അതായത് റിസൾട്ടും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരുന്നത്. അത് കുട്ടി കാണാതെ പഠിച്ച് കുറേ കാര്യങ്ങൾ എഴുതുന്നു, അതൊരു പരീക്ഷയിലൂടെ വർഷാവസാനം മാർക്കിൻ്റെ രൂപത്തിൽ മാറ്റപ്പെടുന്നു. ആ മാർക്ക് കൂടിയ കുട്ടികൾക്ക് പുതിയ ക്ലാസ്സിലേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. ബാക്കി കുട്ടികൾ ഇപ്പോൾ തോക്കുന്നില്ല എങ്കിൽ കൂടെ തന്നെ അത് വെറുതെ ഓൾ പാസ് എന്നുള്ള രീതിയിൽ നമ്മൾ കയറ്റി വിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ ലേണിംഗ് നടക്കുന്നില്ല. അത് റോട്ട് മെമ്മറൈസേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അസസ്മെൻ്റാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. പക്ഷേ പുതിയ സംവിധാനത്തിൽ അത് ഫോർമേറ്റീവ് അസസ്മെൻറ്റായി മാറുകയാണ്. കാരണം ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടക്കുകയാണ്. അത് കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടാണ്. ഒരു കുട്ടിയുടെ കോമ്പിറ്റൻസി അതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ആ കോമ്പിറ്റൻസികളെക്കുറിച്ച് പറയാം എന്താണെന്നുള്ളത്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് സക്സസ്ഫുള്ളായൊരു ടാസ്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. അത്തരം കോമ്പിറ്റൻസികളെ ബേസ് ചെയ്ത് മാർക്കുകൾക്ക് 2ാം ക്ലാസ് വരെ നമുക്കിനിയും ഇമ്പോർട്ടൻസ് ഇല്ല. ഇതേപോലെയുള്ള കോമ്പിറ്റൻസികൾ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വരും ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഈ HPCയിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ സമ്മേറ്റീവ് അസസ്മെൻറ്റ്, അതായത് റോട്ട് മെമ്മറൈസേഷനെ ബേസ് ചെയ്തുണ്ടായിട്ടുള്ള അസസ്മെൻറ്റ്, അവിടെ നിന്നൊരു പാരഡിയം ഷിഫ്റ്റ്, ഒരു ഭയങ്കരമായ മാറ്റം, എന്നിട്ട് അതിനെ ഫോർമേറ്റീവ് അസസ്മെൻറ്റായി മാറ്റുകയാണ്. അതായത് കോമ്പിറ്റൻസിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അധ്യാപകർ കൃത്യമായിട്ട് കുട്ടികളെ ഒബ്സർവ് ചെയ്യണം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള അസസ്മെൻറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ HPC ഡിസൈൻ ചെയ്തത് NCERTയുടെ ഭാഗമായിട്ടുള്ള പരക്കാണ്. പരക്കിൻ്റെ ഫുൾ ഫോം എല്ലാവരും ഓർത്ത് വയ്ക്കുക: പെർഫോമൻസ്, അസസ്മെൻറ്റ്, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്. ഈ ഒരു HPCയുടെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പരക്കാണ്. ഇനി അസസ്മെൻറ്റ് 4 തരത്തിലാണ് HPC നടക്കുന്നത്: സെൽഫ് അസസ്മെൻറ്റ്, പിയർ അസസ്മെൻറ്റ്, ടീച്ചർ അസസ്മെൻറ്റ്, പേരൻസ് അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ കുട്ടി സ്വയം അവനെ അസസ് ചെയ്യുക. കൊച്ചു കുട്ടികളാകുമ്പോൾ സ്വയം അസസ് ചെയ്യാൻ അവന് കഴിവില്ല. അപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യനറുകൾ തയ്യാറാക്കിയിട്ട് അവനോട് ചോദ്യങ്ങൾ ചോദിച്ച് അവനിൽ നിന്ന് കാര്യങ്ങൾ അവൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കിയുള്ള അസസ്മെൻ്റാണ് സെൽഫ് അസസ്മെൻറ്റ്. പിയർ അസസ്മെൻ്റ് എന്ന് പറയുമ്പം കൂടെ ഉള്ള കുട്ടികളെ കൊണ്ട് ഒരു കുട്ടിയെ അസസ് ചെയ്യിക്കുക. അതും ഈ പറഞ്ഞ പോലെ ചോദ്യരൂപേണയും ഒബ്സർവേഷനിലൂടെയൊക്കെയുള്ള അസസ്മെൻ്റാണ് പിയർ അസസ്മെൻറ്റ് പറയുക.
ടീച്ചർ അസസ്മെൻറ്റ് വളരെ ശ്രദ്ധയോടുകൂടി കുട്ടികൾ ചെയ്യുന്ന വർക്കുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ നേച്ചർ പൂർണ്ണമായി സ്റ്റഡി ചെയ്ത് ഒരു പീരീഡ് ഓഫ് ടൈം എടുത്ത് തന്നെ അവർ ചെയ്ത വർക്കുകളൊക്കെ സൂക്ഷിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അസസ്മെൻറ്റാണ് ടീച്ചർ അസസ്മെൻറ്റ്. പിന്നീട് പേരൻസ് അസസ്മെൻറ്റ്. ഈ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് പേരൻസിന് നമുക്കൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ 4 അസസ്മെൻറ്റാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ റിപ്പോർട്ട് കാർഡ് ചെയ്യുന്ന സമയത്ത് പറയാം. 4 അസസ്മെൻറ്റ്: സെൽഫ് അസസ്മെൻറ്റ്, പിയർ അസസ്മെൻറ്റ്, ടീച്ചർ അസസ്മെൻറ്റ്, പേരൻസ് അസസ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ HPC എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് കോംപ്രിഹെൻസീവ് റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ്സ് പ്രോഗ്രസ് ആണ്. അതായത് കോംപ്രിഹെൻസീവ് ആണത്, ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും ഓരോ കുട്ടി എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒന്നായിരിക്കും. നേരത്തെ നമുക്കറിയാം, ഒരു പരീക്ഷ നടത്തുമ്പോൾ കുട്ടികൾക്കതിൽ പ്രാധാന്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒരേ ടൂളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ആ കുട്ടികൾ ചെയ്ത വർക്കിൻ്റെ എവിഡൻസ് ഉണ്ട്. കാരണം അവർ ചെയ്ത വർക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ആർട്ടിഫാക്ട്സ് ആയിട്ട് സൂക്ഷിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസസ്മെൻറ്റ്. ക്ലാസ് റൂമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്, പുറത്ത് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം കൂടെ ഒരു പീരീഡ് ഓഫ് ടൈമിലെ ആക്ടിവിറ്റീസ് എടുത്തിട്ട് അതെല്ലാം കൂടെ അസസ് ചെയ്യുകയാണ്. അത് ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് കോംപ്രിഹെൻസീവ് അസസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദ HPC ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് കോംപ്രിഹെൻസീവ് റിപ്പോർട്ടിംഗ് ഓഫ് എ ചൈൽഡ്സ് പ്രോഗ്രസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ എവിഡൻസ് ഗ്യാതേർഡ് ത്രൂ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈമിൽ അവൻ ചെയ്ത വർക്കുകളുടെ അടിസ്ഥാനത്തിൽ, അവൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അസസ്മെൻ്റാണ് HPC വിഭാവനം ചെയ്യുന്നത്. ഇനി അസസ്മെൻ്റ് റൂബ്രിക്സിൽ 4 കാര്യങ്ങളാണുള്ളത്. ഓരോ കുട്ടിക്കും അതിന് ചേർന്ന ഇമോജികൾ, അത് ശരിക്കും റിപ്പോർട്ട് കാർഡ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അതിനെക്കുറിച്ച് പറയാമെങ്കിലും ഇപ്പോൾ ഒരു ഏകദേശ രൂപം മാത്രം മനസ്സിലാക്കുക. 4 തരത്തിലാണ് അസസ്മെൻ്റ് ഉള്ളത്. അതിനകത്ത് കുട്ടിയെ അസസ് ചെയ്യുന്നത് ഒരു കുട്ടി ചെയ്യുന്ന ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗിനർ, പ്രോഗ്രസിങ്, പ്രൊഫിഷ്യൻ്റ്, അഡ്വാൻസ്ഡ്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ബിഗിനറെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ആ കുട്ടി ചെയ്യുന്നത് ട്രൈസ് ടു അച്ചീവ് ദ ലേണിംഗ് ഔട്ട്കംസ്. ടീച്ചർ ഫിക്സ് ചെയ്തിരിക്കുന്ന ലേണിംഗ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. ടീച്ചർ സപ്പോർട്ട് ഇൻ ദ ഗിവൺ ടൈം ഫ്രെയിം. ഒരു പ്രത്യേക ടൈം ഫ്രെയിമിൽ ടീച്ചറിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു കുട്ടി ലേണിംഗ് ഔട്ട്കം അറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അവനെ ബിഗിനർ എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ പ്രോഗ്രസിങ്. കുട്ടി ടീച്ചറിൻ്റെ സപ്പോർട്ടോടുകൂടി ഗിവൺ ടൈം ഫ്രെയിമിൽ ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ പ്രോഗ്രസിങ് എന്നുള്ള വിഭാഗത്തിൽപ്പെടും. അപ്പോൾ പ്രൊഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഔട്ട്കം അവൻ തന്നെ, ടീച്ചറിൻ്റെ സപ്പോർട്ടില്ലാതെ അവൻ തന്നെ അത് ലേണിംഗ് ഔട്ട്കംസ്, ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണോ അത് അവനിലേക്ക് എത്തുക, അതാണ് ലേണിംഗ് ഔട്ട്കമായി മാറുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊഫിഷൻ എന്നുള്ള സെക്ഷനിൽ പെടുത്താം. അടുത്ത അഡ്വാൻസ്ഡ്. ഇപ്പോൾ ലേണിംഗ് ഔട്ട്കംസ് അച്ചീവ് ചെയ്യുന്നു, എന്നിട്ട് മറ്റു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആ ലേണിംഗ് ഔട്ട്കംസ് മറ്റു കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി കാണിക്കുന്നു. പിന്നെ കൂടുതൽ ചലഞ്ചിങ് ടാസ്കുകൾ എടുക്കാൻ അവൻ ഇങ്ങനെ ശ്രമിക്കുന്നു എങ്കിൽ അവൻ അഡ്വാൻസ്ഡ് എന്നുള്ള വിഭാഗത്തിൽ പെടുത്താം. അപ്പോൾ ഈ 4 എണ്ണത്തിൽ നമ്മൾ ഇമോജികൾ ഉപയോഗിച്ചായിരിക്കും കുട്ടികൾക്ക് നമുക്ക് മാർക്കല്ല, ബിഗിനർക്ക് ഇത്ര മാർക്കെന്നല്ല, ബിഗിനർക്കൊരു ഇമോജി ഉണ്ടാവും, പ്രോഗ്രസിങ്ങിന്, പ്രൊഫിഷ്യൻ്റ്, അഡ്വാൻസ്ഡ്. ഇങ്ങനെ ഓരോ സെക്ഷൻ ബിഗിനറായി നിൽക്കുന്ന കുട്ടികളെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ പ്രോഗ്രസിങ് ആക്കി മാറ്റണം, അവരെ പ്രൊഫിഷ്യൻ്റ് ആക്കി മാറ്റണം, അവരെ അഡ്വാൻസ്ഡ് ആക്കി മാറ്റണം. ഇതാണ് നമ്മുടെ ഈ അസസ്മെൻറ്റ് റൂബ്രിക്സിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം ആദ്യം ഒരു കുട്ടി ഏതിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അവനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൊണ്ട് സാധിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിടുക, അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്തേ.